ഫറ്റു ഡിയോം എഴുതിയ പ്രെഫറൻസ് നാഷണൽ എന്ന കഥയിലൂടെ മൈഗ്രേഷനും ഐഡന്റിറ്റി ക്രൈസിസും നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. മിസ്റ്റർ ബോർഡേഴ്സ് കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ കാരണം ഒരു ഫ്രഞ്ച് സിറ്റിസനെ വിവാഹം കഴിച്ചാലും സിറ്റിസൺഷിപ്പ് കിട്ടാൻ 2 വർഷം കാത്തിരിക്കണമെന്നതാണ് അവസ്ഥ. ഈ കാലയളവിൽ ഒരു വിദേശിയായ സ്ത്രീ വെറും ഒരു ഒബ്ജക്റ്റ് മാത്രമായി മാറുകയും ജോലി ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. കഥാനായികയുടെ സെനഗലീസ് പൂച്ചയ്ക്ക് പേപ്പേഴ്സുണ്ട്, പക്ഷെ അവൾക്കില്ല എന്നത് വല്ലാത്തൊരു സാറ്റയറാണ്. നിയമങ്ങൾ മാത്രമല്ല, സാധാരണക്കാരായ മനുഷ്യർ കൂടി വിവേചനം കാണിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വഷളമാകുന്നത്. പത്രത്തിൽ ഒരു ബേക്കറിയിൽ സെയിൽസ് ഗേളിനെ ആവശ്യമുണ്ട് എന്ന പരസ്യം കണ്ട് അവൾ അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവളുടെ ഫ്രണ്ട് സുഹൃത്ത് നിനക്കിതിലും നല്ല ക്വാളിഫിക്കേഷൻ ഇല്ലേ എന്ന് ചോദിച്ച് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വിശപ്പ് മാറ്റാൻ എന്ത് ജോലിയും ചെയ്യാമെന്നാണല്ലോ നമ്മുടെ നായികയുടെ ഒരു ലൈൻ. ബേക്കറിയിലെത്തിയപ്പോൾ അവിടുത്തെ മുതലാളി അവളെ നോക്കിയത് ഒരു ക്വാളിഫയിംഗ് റൗണ്ടിൽ പരാജയപ്പെട്ട ആളെപ്പോലെയാണ്. ഡയലക്റ്റ് അറിയാമോ എന്ന ചോദ്യത്തിലൂടെ അയാൾ അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ നിറം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സ്വന്തം നാട്ടിൽ പോയി ജോലി ചെയ്തൂടെ എന്ന് അയാൾ ക്രൂരമായി ചോദിക്കുന്നു. മനസ്സിൽ അവൾക്ക് കടുത്ത ദേഷ്യം വന്നെങ്കിലും കൊളോണിയൽ ഹിസ്റ്ററിയും വിഭവങ്ങളുടെ ചൂഷണവും അവൾ ഉള്ളിൽ തന്നെ ഒതുക്കുന്നു. ആഫ്രിക്കൻ മണ്ണിൽ നിന്ന് ഷുഗറും പീനട്സും എടുത്ത് വളർന്നവരാണ് ഇപ്പോൾ അവളെ അപമാനിക്കുന്നത്. അടുത്തതായി പത്രത്തിൽ ഫ്രഞ്ച് ട്യൂഷൻ എടുക്കാൻ ഒരു ടീച്ചറെ ആവശ്യമുണ്ട് എന്ന പരസ്യം അവൾ കാണുന്നു. ഇത്തവണ അവൾ ഈ വിവരം സുഹൃത്തിനോട് പറയാതെ നേരിട്ട് വിളിച്ച് കഫേയിൽ വെച്ച് കാണാൻ തീരുമാനിക്കുന്നു. ഒരു സൂപ്പർമാർക്കറ്റ് കാഷ്യറായ ആ സ്ത്രീ തന്റെ മകൾക്ക് ട്യൂഷൻ എടുക്കാനാണ് വിളിച്ചത്. കഫേയിൽ വെച്ച് നായികയെ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ മുഖം മാറുകയും അവൾ ഞെട്ടുകയും ചെയ്യുന്നു. എനിക്ക് യൂറോപ്യൻ ടൈപ്പായ ഒരാളെ മതിയെന്ന് പറഞ്ഞ് ആ സ്ത്രീ പച്ചയായ റേസിസം കാണിക്കുന്നു. കറുത്ത ചുണ്ടുകൾക്ക് ഫ്രഞ്ച് ഗ്രാമർ പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണല്ലോ ആ സ്ത്രീയുടെ ഒരു ധാരണ. ഇതിനു മറുപടിയായി എന്റെ അറിവ് എന്റെ തലച്ചോറിലാണ്, അല്ലാതെ തൊലിപ്പുറത്തല്ല എന്ന് നായിക തിരിച്ചടിക്കുന്നു. അവിടെ നിന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ കുടിച്ച ജ്യൂസിന്റെ പൈസ കൊടുക്കാൻ ആ സ്ത്രീ വിളിച്ചു കൂവുന്നുണ്ട്. കാശു വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കളർ നോട്ടമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ആ കാശു കൊടുക്കുന്നു. ദേഷ്യം സഹിക്കാനാവാതെ ഗോ ബാക്ക് ടു യുവർ ജംഗിൾ എന്ന് ആ സ്ത്രീ അലറുന്നു. ജംഗിളിലെ ഫ്രഷ് എയർ അടിച്ചാൽ നിങ്ങളുടെ മുഖം മിണുങ്ങുമെന്ന് നായിക ഉഗ്രൻ മറുപടി കൊടുക്കുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തന്നെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് അഭിമാനമുണ്ട്. അന്ന് വൈകുന്നേരം അവൾ തന്റെ കോളേജിലെ ഒരു വൈറ്റ് ഫ്രണ്ടിനെ വിളിച്ച് ആ ജോലിക്ക് ശുപാർശ ചെയ്യുന്നു. ആ സുഹൃത്തിന് ജോലി കിട്ടുന്നു. അങ്ങനെ അവസാനം വരെ അവൾ തന്റെ വ്യക്തിത്വം പണയം വെക്കാതെ പിടിച്ചു നിൽക്കുന്നു. വംശീയതയുടെയും അതിജീവനത്തിന്റെയും ശക്തമായൊരു കഥയാണിത്.